സോ നമ്മുടെ ഏറ്റവും ഫൈനൽ പോർഷൻ അഥവാ സൈക്കോളജിയുടെ ഏറ്റവും ഫോർ ഏറ്റവും ഫൈനൽ ചാപ്റ്ററാണ് ഇത് ഇമോഷൻ എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, എല്ലാവർക്കും ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്ന ഒരുപാട് കൺസെപ്റ്റുകളെ ഡിഫറെൻറ്റ് ഹെഡിങ്സിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് തിയറീസിൻ്റെ ഒക്കെ താഴെ കൊണ്ടുവന്നിട്ടോ അത്രയേ ഉള്ളൂ. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഇമോഷൻ എന്നുള്ളതിലുള്ളൂ. ജനറൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇമോഷൻ്റെ തിയറീസ് ഉണ്ടല്ലോ, സൈക്കോളജിയിൽ ഏതെങ്കിലും തിയറീസ് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും രസത്തിൽ പഠിക്കാൻ പറ്റിയ തിയറീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ്റെ തിയറീസ് ഒക്കെയാണ്. എല്ലാം അത്രയൊക്കെ തന്നെ പറയുന്നുള്ളൂ. ജസ്റ്റ് കുറച്ച് ചെറിയ ചെറിയ കൺസെപ്റ്റ് പറയുന്നുണ്ട്. അതിന് ശേഷം ഈ ഇമോഷണലുള്ള തിയറീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, സോ ഇമോഷൻ എന്താണ്? ഇമോഷൻ നമുക്ക് എല്ലാവർക്കും അറിയണ്ടാവും അല്ലേ? ഇമോഷൻ എന്നുള്ള മേ ബി ചിലപ്പോൾ ഡിഫൈൻ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇത് ഇമോഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലിങ്സ് ആണ്. നമുക്ക് എന്തോ ഒരു ഫീലിംഗ് ആണ്, അത് ശരിയാണ്. ആ ഒരു ഫീലിംഗ് ആണ്, എന്ത് ഫീലിംഗ് ആണ്, ആ ഒരു ഫീലിംഗിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതിനൊരു ഫിസിയോളജിക്കൽ കമ്പോണന്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കൊഗ്നിറ്റീവ് കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, ഒരു ഫിസിയോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് കമ്പോണന്റ് ഉള്ള ഒരു സ്പെഷ്യൽ അതൊരു ഫീലിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിയോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് കമ്പോണന്റ് ഉള്ള ഒരു ഫീലിംഗ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിമ്പിൾ അല്ലേ? ആ ഡെഫിനേഷൻ ടഫ് അല്ലല്ലോ. നമുക്കറിയാം ഇമോഷണൽ ഫിസിയോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരു ഫിസിയോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് കമ്പോണന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഫീലിംഗിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിപ്പോൾ പറഞ്ഞ ഓൾറെഡി രണ്ട് കമ്പോണന്റ് ഉണ്ടെന്ന് പറയുന്നത്, ഫിസിയോളജിക്കൽ കമ്പോണന്റ് ഉണ്ട്, കൊഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ. അഥവാ ഒരു ഫിസിയോളജിക്കൽ ആൻഡ് കൊഗ്നിറ്റീവ് കമ്പോണന്റ് പ്രസന്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇമോഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോഷണൽ എലമെന്റ്സ് ആണ്. സോ രണ്ട് എലമെന്റ്സ് നമുക്ക് ഓൾറെഡി കിട്ടി. എന്തേ കാര്യം? ഒന്ന് ഫിസിയോളജിക്കൽ കമ്പോണന്റ് ആവും, പിന്നെ എന്താവും, കൊഗ്നിറ്റീവ് കമ്പോണന്റ് ആവും. അതിന്റെ ഒരു എലമെന്റും കൂടിയുണ്ട്, ഇത് ബിഹേവിയറൽ കമ്പോണന്റ് ആണ്. സിമ്പിൾ ആണ്, ഇങ്ങനെ പറഞ്ഞു തന്നെ പോകാം. ഓക്കെ, ഫിസിയോളജിക്കൽ ആദ്യം കൊഗ്നിറ്റീവ് കമ്പോണന്റ് പറയാം. കൊഗ്നിറ്റീവ് കമ്പോണന്റ് ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് ഓഫ് ദാറ്റ് ഇമോഷൻ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു ഇമോഷൻ ഉണ്ടായി, ഒരു ഫിയർ എന്ന് പറഞ്ഞൊരു ഇമോഷൻ ഉണ്ടായി. ആ ഒരു ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് മെന്റലി ആ ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു ഇമോഷന് പേഴ്സൺ ആയിട്ട് ആ ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഈ ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആണ് അല്ലെ? എല്ലാവരും ഒരു ഇമോഷനെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോട് ഒരേ രീതിയിലാണോ എന്താ പറയുന്നത് റിയാക്ട് ചെയ്യുന്നത്? അല്ല അല്ലെ? പലർക്കും പല സിറ്റുവേഷനും പല രീതിയിലാണ്, അഥവാ പല ഇന്റൻസിറ്റിയിലാണ് എന്ത് എഫക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോൺഷ്യസ് എക്സ്പീരിയൻസ് അഥവാ ഈ ഇമോഷന്റെ കൊഗ്നിറ്റീവ് കമ്പോണന്റിന്റെ ഇന്റൻസിറ്റിനെ എന്തൊക്കെ എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും? ആ ഒരു വന്നിട്ടുള്ള സ്റ്റിമുലസിന്റെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതിന്റെ ബേസിസിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് എത്രത്തോളം ഒരു ഇന്റൻസിറ്റി ഉണ്ട്, അത് എത്രത്തോളം ഹാർംഫുൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം നല്ലതാണ്, അത്തരത്തിലുള്ള ഈ ഒരു അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും എല്ലാ രീതിയിലുള്ള ഫാക്ടേഴ്സും ആ ഒരു കൊഗ്നിറ്റീവ് കമ്പോണന്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്കറിയാം ഈ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഹാപ്പി, ജോയ്, പ്രൈഡ്, അതുപോലത്തെ ഒരുപാട് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ നോക്കുക നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ആങ്കർ അല്ലെ, ഫിയർ, അതുപോലത്തെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസും ഉണ്ട്. സോ ഈ ഒരു ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്ലസന്റ് ആവാം, അൺപ്ലസന്റ് ആവാം. സോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എന്തിൽ എടുക്കുന്നുണ്ട്, കൊഗ്നിറ്റീവ് കമ്പോണന്റിൽ എടുക്കുന്നുണ്ട് അല്ലെ? സോ ഒരു കൊഗ്നിറ്റീവ് കമ്പോണന്റ് ഇത്രയൊക്കെ തന്നെ മതി. ഓക്കെ, ഇത്രയൊക്കെ തന്നെ മതി കൊഗ്നിറ്റീവ് കമ്പോണന്റ് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത്, കൊഗ്നിറ്റീവ് കമ്പോണന്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഫിസിയോളജിക്കൽ കമ്പോണന്റ്. സോ ഒരു എന്തായിരിക്കും ഫിസിയോളജിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ഒരു ഇമോഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൊഗ്നിറ്റീവിൽ ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്ത് എന്താണ്, ഇപ്പോൾ ഒരു ഫിയർ ആണ്. അപ്പോൾ ഫിയർ ഒരു പാമ്പിനെ കണ്ട്, അപ്പോൾ ആ പാമ്പിനെ കണ്ട ഒരു ഫിയർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു, അൺകോൺഷ്യസ്ലി നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് കൊഗ്നിറ്റീവ് കമ്പോണന്റ് ഉണ്ടാകുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഫിയർ എന്ന് പറഞ്ഞ ഒരു ഇമോഷൻ നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ലൈക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ വല്ലാണ്ട് ഫ്രൈറ്റഡ് ആയിട്ട് പോകുന്നുണ്ടാവും, ഹാർട്ട് റേറ്റ് വല്ലാണ്ട് കൂടുന്നുണ്ടാവും, നമ്മുടെ രോമങ്ങളൊക്കെ നീച്ചിരിക്കും. അത്യാവശ്യം കുറെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെ ആവായിരിക്കാം? ഈ ഒരുപാട് അത്തരത്തിലുള്ള ഫിയർ എന്നൊരു സംഭവം നമ്മുടെ ബ്രെയിന് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എമൗണ്ട് കൂടുന്നതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടായിരിക്കാം. നമുക്കറിയാം നല്ല രീതിയിൽ പേടിച്ചു കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആണ് വർക്ക് ചെയ്യാന്നൊക്കെ നമുക്കറിയാം അല്ലെ? ഈ ഒരു സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ബോഡി ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിച്ചാൽ അറിയുന്നുണ്ടാവും ഒരു ഇമോഷൻ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട്
അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കമ്പോണന്റ് ആണ് എന്ത് ഫിസിയോളജിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിന്റെ അടുത്തതാണ് ബിഹേവിയറൽ കമ്പോണന്റ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കോൺഷ്യസ്ലി എക്സ്പീരിയൻസ് ചെയ്ത് ഒരു പാമ്പിനെ കണ്ട് നമ്മൾ കോൺഷ്യസ്ലി എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ നമ്മൾ അതുകൊണ്ട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ഫൈനലായിട്ട് ബിഹേവിയർ കമ്പോണന്റ്. അപ്പോൾ പാമ്പിനെ കണ്ട് നമ്മൾ പാമ്പിനെ നോക്കി ഇങ്ങനെ നിൽക്കാമല്ലോ, അല്ല എന്തെങ്കിലും ചേഞ്ചസ് ഫിസിയോളജിക്കലായിട്ട് ചേഞ്ച് മീൻസ് ബിഹേവിയറായിട്ട് ചേഞ്ചസ് നമ്മൾ ഉണ്ടാവില്ലേ, ഒന്നേ പേടിച്ച് ഷോക്കായി കാണാൻ നിന്നു പോകും അല്ലെ, അതൊരു സോർട്ട് ഓഫ് ബിഹേവിയർ ആണ്. നമ്മുടെ ആ പേടി ഷോക്കായി നിന്നു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഓടുക അവിടുന്ന് അല്ലെ, എടുത്ത് ഓടുക അവിടുന്ന്, അതൊരു ബിഹേവിയർ ചേഞ്ച് ആണ്. അതുപോലെ നല്ല രീതിയിൽ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ സ്മൈൽ ചെയ്യൂലേ, ചിരിക്കും. യെസ്, സോ അതൊരു ബിഹേവിയർ ചേഞ്ച് ആണ്. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തിനുള്ളത് ഈ ഒരു ബിഹേവിയറൽ കോമ്പണന്റിൽ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള 3 എലമെന്റ്സ് ആണ് എന്തിനുള്ളത് ഇമോഷന്റെ എലമെന്റ്സ് നോക്കുമ്പോൾ പറയാനുള്ളത്. സോ അടുത്ത കാര്യം നമുക്ക് നോക്കാനുള്ളത് ഓക്കെ പ്രൈമറി ഇമോഷൻസും സെക്കൻഡറി ഇമോഷൻസും. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പ്രൈമറി ഇമോഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്കറിയാം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് അത്ര ആലോചിച്ചാൽ മതി. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഇമോഷൻസ് ആണ് എന്താ പ്രൈമറി ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ. അത് മീൻസ് ചെയ്ത സെക്കൻഡറി ഇമോഷൻസ് നമ്മൾ ആരും അനുഭവിക്കുന്നില്ല എന്നല്ല, മിക്സിംഗ് ഒന്നും വരാത്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് എന്ത് പ്രൈമറി ഇമോഷൻസ്. അത് ഏതൊക്കെ ഉണ്ടാവാം? ഫിയർ ഉണ്ടാവാം, ആങ്കർ ഉണ്ടാവാം, ട്രസ്റ്റ് ഉണ്ടാവാം, ജോയ്, അങ്ങനത്തെ ഒരുപാട് ഇമോഷൻസ് മീൻസ് ബേസിക് ഇമോഷൻസ്. കുറച്ച് ഇമോഷൻസ് ഉണ്ട്. ഓക്കെ, അത് 6 ഉണ്ട്. സോ അത്തരത്തിലുള്ള ഇമോഷൻസ് ഒക്കെ കൂടിയിട്ടാണ് എന്ത് പറയുന്നത് പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുന്നത്. സോ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇമോഷൻസ് ആണ്. ഇവരാരും മിക്സ് ചെയ്തിട്ടോ കമ്പൈൻ ചെയ്തിട്ടോ ഉണ്ടായതൊന്നുമല്ല. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അതുപോലെ എന്താ പറയാ, റോബർട്ട് ബുൾഷിക് എന്നുള്ള വ്യക്തി ഈ പ്രൈമറി ഇമോഷൻസിനെ 8 ആക്കി തിരിച്ചിട്ടുണ്ട്. ആങ്കർ, ഫിയർ, എന്താ പറയാ, എക്സൈറ്റ്മെന്റ്, അതുകൊണ്ട് ഒരുപാട് അത്യാവശ്യം ട്രസ്റ്റ്, അങ്ങനെ കുറെ ഡിവിഷൻ ആക്കി തിരിച്ചിട്ടുണ്ട് ജോയ് എന്ന് പറഞ്ഞിട്ട്. സോ ഡിവിഷൻ അല്ല, ഒരുപാട് 8 ആക്കിയിട്ട് അങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ പ്രൈമറി ഇമോഷൻസിൽ പറയുമ്പോൾ. പിന്നെ സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറി ഇമോഷൻസിനെ ഈ 8 നിങ്ങൾ പഠിച്ചേക്കണം കേട്ടോ. ഫുള്ളായിട്ട് പഠിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും പഠിച്ചേക്കണം. പക്ഷെ എന്നാലും 8 പഠിച്ചു വെക്കാൻ വേണ്ടി പറ്റും. സിമ്പിളാണ്, നമുക്ക് ഇങ്ങനെ വായിച്ച് പോലെ സിമ്പിളായിട്ട് കിട്ടുന്ന സാധനം, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, അതിന്റെ അടുത്തതാണ് എന്ത് സെക്കൻഡറി ഇമോഷൻസ് എന്തായിരിക്കും മിക്സ് ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ഗിൽറ്റ് ഒക്കെ ഇല്ലേ, ഗിൽറ്റ് ഒക്കെ സത്യം പറഞ്ഞ സെക്കൻഡറി ഇമോഷനാണ്. അത്തരത്തില് ഒരു പ്രൈമറി ഇമോഷൻസ് മിക്സ് ചെയ്യുന്നോണ്ടുണ്ടാവുന്നത്. ഒരുമിച്ച് ഒരു പ്രൈമറി ഇമോഷൻ, 2 പ്രൈമറി ഇമോഷൻസ് ഒരുമിച്ച് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇമോഷൻ നമ്മൾ സെക്കൻഡറി ഇമോഷൻസ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ അത്ര സിമ്പിൾ ആയിട്ട് ആലോചിച്ചു മതി. എന്തുകൊണ്ട് എക്സാമ്പിളൊക്കെ ഇപ്പൊ ഗിൽറ്റ് പോലത്തെ എന്തെങ്കിലും എക്സാമ്പിളൊക്കെ എടുത്തു കൊടുത്താൽ മതി. ഓക്കെ, അതിന് പിന്നെ പറയുന്നത് പോസിറ്റീവ് ഇമോഷൻസ് നമുക്കറിയാം. ഇമോഷൻസ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവും. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലേ, പ്ലസന്റ് ആവാം, അൺപ്ലസന്റ് ആവും, പോസിറ്റീവ് ആയിട്ടുണ്ടാവും, നെഗറ്റീവ് ആയിട്ടുണ്ടാവും. സോ ഈ ഒരു പോസിറ്റീവ് ഇമോഷൻസ് എന്തായിരിക്കും? ഇപ്പൊ ജോയ്, പ്രൈഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. സോ ഇതുപോലത്തെ ഇമോഷൻസ് ആയിരിക്കും എന്തിലുണ്ടാവുക? പോസിറ്റീവ് ഇമോഷൻസിൽ ഉണ്ടാവുക. അത് പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ട് പോസിറ്റീവ് ഇമോഷൻസ് കുറിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഫ്രെഡറിക്സൺ. ഓക്കെ, മൂപ്പരാണ് ഇങ്ങനെ കൂടുതലായിട്ടും പോസിറ്റീവ് ഇമോഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. പൊതുവേ നമ്മൾ സൈക്കോളജിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാറില്ല, പക്ഷെ ഇപ്പൊ നോക്കാറുണ്ട്. അപ്പൊ പോസിറ്റീവ് സൈക്കോളജി ഫീൽഡ് തന്നെ ഉണ്ട്. സോ ഈ പോസിറ്റീവ് ഇമോഷൻസിൽ എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ജോയ്, ഗ്രാറ്റിറ്റ്യൂഡ്, പ്രൈഡ്, അതുപോലെ കാര്യങ്ങളൊക്കെ. സോ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് ബ്രോഡൻ ആവാനും, അതുപോലെ തന്നെ പുതിയ സാഹചര്യങ്ങൾ, പുതിയ പോസിബിലിറ്റീസിനെ നമുക്ക് തുറന്നു തരുന്നതിനും, അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ബെറ്റർ ആക്കുന്നത്, മനുഷ്യന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഒക്കെ ആരാണെന്ന് പറയുന്നത് ഈ ഒരു പോസിറ്റീവ് ഇമോഷൻസ് ആണെന്ന് പറയുന്നത്. മനുഷ്യന്മാരുടെ പെർസ്പെക്റ്റീവിനെ തന്നെ ബ്രോഡൻ ആക്കുന്നതിന്, അതുപോലെ വൈഡ് ആക്കുന്നതിന് നമ്മളുടെ ഒരു പേഴ്സണൽ റിസോഴ്സ് ഉണ്ടല്ലോ, ഒരിടത്തൊക്കെ ഓരോ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സോ ഈ പേഴ്സണൽ റിസോഴ്സിനെ തന്നെ വലുതാക്കുന്നതിന്, അതിനൊക്കെ ബെറ്റർ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് ഇമോഷൻസ് ആണെന്നാണ് ആര് പറഞ്ഞത്? ഫ്രെഡറിക്സൺ പറഞ്ഞത്. സോ മൂപ്പരുടെ തിയറി ഉണ്ടല്ലോ, ഇപ്പൊ ഇങ്ങനെ ബ്രോഡൻ ആക്കുക, നല്ല രീതിയിൽ പെർസ്പെക്റ്റീവിനൊക്കെ ബ്രോഡൻ ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ റിസോഴ്സസ് ഒക്കെ ഇംപ്രൂവ് ആക്കുന്നുണ്ട്. തിയറിനെ പറയുന്നത് എന്ത്? ഫ്രെഡറിക്സൺ ബ്രോഡൻ ആൻഡ് ബിൽഡ് തിയറി. അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. മേ ബി ചോദിക്കാണ്ടിരിക്കാം, ബട്ട് എന്തായാലും അത് ഓർത്ത് വെക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോസിറ്റീവ് ഇമോഷൻസ് എന്ന് പറയാനുള്ളത്. അടുത്ത പോർഷനാണ് ഇമോഷൻ ആൻഡ് ബ്രെയിൻ. നമുക്കറിയാം ഇമോഷൻ ആൻഡ് ബ്രെയിൻ അങ്ങനൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബ്രെയിനിലാണ് ഇമോഷൻ ഡിറ്റക്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പോൾ ബ്രെയിൻ നമുക്ക് 2 ഹെമിസ്ഫിയേഴ്സ് ഉണ്ടല്ലേ, റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. അതുമല്ല നമ്മൾ പറഞ്ഞു പ്ലസന്റ് ആയിട്ടുള്ളതും അൺപ്ലസന്റ് ആയിട്ടുള്ളതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. ഈ ഒരു
തിയറീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഉണ്ടല്ലോ, ഈ ഒരു ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തായിരിക്കും റൈറ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസിനൊക്കെ ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രൂഫായിട്ട് വരെ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹെമിസ്ഫിയർ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് നമുക്കറിയാം അല്ലെ. നമ്മുടെ ബോഡിയുടെ റൈറ്റ് സൈഡിനെ കൺട്രോൾ ചെയ്യുന്നത് ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ്. സോ ഈ ഒരു നമ്മുടെ റൈറ്റ് സൈഡിലൊക്കെ ടിക്ലിംഗ് ഉണ്ടല്ലോ, ടിക്ലിംഗ് ഒക്കെ നമ്മുടെ റിയാക്ഷൻ കൂടുതലായിരിക്കും പറയുന്നത്. ഓക്കെ, ടിക്ലിംഗ് ഒക്കെ നമ്മുടെ റിയാക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക റൈറ്റ് സൈഡിലായിരിക്കും കമ്പയർ ടു ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ടിക്ൽ ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ടുള്ള റിയാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഇതിന്റെ ഒരു പ്രൂഫ് പോലെയൊക്കെ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പോലെയൊക്കെ പറയുന്നത്. എന്തിന്റെ ഈ ഒരു ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് പോസിറ്റീവ് ഇമോഷൻസിനെ കൂടുതൽ ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന വേറൊരു കാര്യമാണ് ഇപ്പോൾ ടെമ്പറൽ ലോബിലുള്ള അമിഗ്ഡാല. ഈ അമിഗ്ഡാലൊക്കെയാണ് ഈ ഒരു ഇമോഷൻ പറയുന്ന സമയത്ത് അമിഗ്ഡാല നിങ്ങൾ മറക്കാനേ പാടില്ല, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. ഈ ഒരു അമിഗ്ഡാലയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ഫിയർ, ആങ്കർ അതുപോലത്തെ ഇമോഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്നത്. സോ ഈ ഒരു ഇമോഷൻ പോലത്തെ കാര്യങ്ങളിലൊക്കെ ഈ അമിഗ്ഡാല അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടേമല്ല, ആ ഒരു ബോഡി പാർട്ട്, സോറി ആ ഒരു ബ്രെയിൻ്റെ പാർട്ട്. ഓക്കെ, അത് ഒരിക്കലും മറക്കരുത്. ഓക്കെ, ആൻഡ് അടുത്ത ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ഫിയർ നമ്മളുടെ ഉണ്ടായി, നമ്മളൊരു എന്തോ സംഭവങ്ങൾ വല്ലാണ്ട് പേടിച്ച സമയത്ത് നമുക്ക് ഒരുപാട് ഫിസിയോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവില്ലേ, ഒരുപാട് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള നമ്മൾ ഫ്രൈറ്റൻഡ് ആവുമ്പോൾ തന്നെ ഇപ്പോൾ പ്യൂപ്പിൾസ് ഡയലൈറ്റ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ സ്വെറ്റിങ് ഉണ്ടാവുന്നുണ്ട്, അതുപോലെ എന്താ പറയുക ഹാർട്ട് ബീറ്റ്സ് കൂടുന്നുണ്ട്. സോ അതുപോലെ ഒരുപാട് ചേഞ്ചസ് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, നമ്മളൊരു ഫിയർ എന്നുള്ള പോലത്തെ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ഇമോഷൻ ആണെന്നെങ്കിലും കേട്ടോ, ഫിയർ എന്നുള്ളത് അങ്ങനത്തെ ഒരു ഇതിൽ ലോക്കത്ത് വയ്ക്കേണ്ട, എന്ത് ഇമോഷൻ ആണെന്നെങ്കിലും നമ്മളിൽ ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ ആ ഒരു രീതിയിൽ ഈ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്തുകൊണ്ട് ഉണ്ടാകുന്ന നോക്കുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒക്കെ വരവുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരൊക്കെ കാരണമാണെന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവ് സിസ്റ്റം, ഈ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്കൊന്നുകൂടി അതൊക്കെ പറയാം. ഈ ഒരു പാരാസിമ്പത്തറ്റിക് സിമ്പത്തറ്റിക് നോർമൽ ആയിട്ട് ഒരു മനുഷ്യന് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത് ഈ ഒരു പാരാസിമ്പത്തറ്റിക് ആണ്, നോർമൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനിങ്ങിൽ പോകുന്നത്. എന്തെങ്കിലും ഒരു സംഭവം കണ്ടിട്ട് വല്ലാണ്ട് പേടിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രീം ഇമോഷൻ നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ ബോഡി ഇപ്പോൾ പേടി പോലത്തെ ഫിയർ പോലത്തെ ഇമോഷൻ ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക സിമ്പത്തറ്റിക് ആണ്. സോ ഈ സിമ്പത്തറ്റിക് പ്രത്യേകത എന്താണ്, ഇവരിങ്ങനെ അത് പറയുമ്പോൾ നമുക്ക് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് പറയാം. ഇത്ര നേരം പാമ്പിനെയല്ല പറഞ്ഞത്, ഇപ്പൊ നമുക്ക് പാമ്പിനെ തന്നെ പഠിക്കാം. പാമ്പിനെ കണ്ട് പേടിച്ച് ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ പാമ്പിനെ കണ്ട് പേടിച്ച്, അത് പേടിച്ചപ്പോൾ എന്താണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, നമുക്ക് ഓടണം. പേടിച്ച് കടിക്കാൻ പാടില്ല, നമുക്ക് രക്ഷപ്പെടണം, നമ്മളെ ലൈഫ് രക്ഷപ്പെടുത്തണം, ചാവണ്ടല്ലോ. ചാവാണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഓടും, സ്വാഭാവികമായിട്ട് ഓടും. അതാണ് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ അത് ഉണ്ടാക്കുന്നത് ആരാണ്, ഈ ഒരു സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആണ് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് ഉണ്ടാവുന്ന സമയത്ത്, അഥവാ ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം നമ്മളുടെ വർക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. സോ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ തന്നെ റിപ്പീറ്റ് പറയാം. സോ അതുകൊണ്ട് ഇനി പറയുന്നില്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ അതിന്റെ കാരണം കൊണ്ട് നമ്മളന്ന് ഓടി രക്ഷപ്പെട്ട് അല്ലെ, ഓടി രക്ഷപ്പെട്ട് ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് കഴിഞ്ഞ് നമ്മൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന് ആവശ്യമില്ലല്ലോ, എപ്പോഴും സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനിലേക്ക് പോകണം, അപ്പൊ പാരാസിമ്പത്തറ്റിക് വരും അല്ലെ. സോ ഈ ഒരു രീതിയിലാണ് എന്ത് വർക്ക് ചെയ്ത് പോകുന്നത്, ഈ ഒരു ഓട്ടോണോമിക് നെർവ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് പോകുന്നത്. സോ ഈ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ്. പിന്നെ അത് പറയുന്നത് സഡൻ ഡെത്ത് ആണ്. സഡൻ ഡെത്ത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവല്ലോ, അവരൊക്കെ പോയിക്കാണ്ട് വല്ലാണ്ട് പേടിപ്പിക്കാനൊന്നും നിൽക്കണ്ട. അവർ പേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ നീക്കൂല. ഓക്കെ, മീൻസ് ഒരു പെട്ടെന്ന് ഡെഡായി പോകും. എന്നുവെച്ചാൽ പാരാസിമ്പത്തറ്റിക് റീബൗണ്ട് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അവർ ചിലപ്പോൾ നല്ല രീതിയിൽ പേടിക്കുമ്പോൾ അവരുടെ ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൂടും അല്ലെ. ഈ ഒരു കൂടി കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അത് ലോ ആവല്ലോ, പാരാസിമ്പത്തറ്റിക് വർക്കായിട്ട് നമ്മൾ വരുമല്ലോ. സോ അത് ലോ ആവുന്ന സമയത്ത് എക്സ്ട്രീം ആയിട്ട് ലോ ആയി പോകും. അപ്പൊ എന്താ ഉണ്ടാവുക, ഹാർട്ട് റേറ്റും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് കാമായി പോകും. എന്നുവെച്ചാൽ കാമായി അവസാനം ഹാർട്ട് റേറ്റ് നിന്നു പോകും. സോ അതുകൊണ്ട് അവരൊന്നും വല്ലാണ്ട് പേടിപ്പിക്കാനോ അങ്ങനത്തെ കാര്യമൊന്നും നിൽക്കണ്ട. ഓക്കെ, സോ ഈ ഒരു കാര്യമാണ് എന്ത് സഡൻ ഡെത്തിൽ പറയുന്നത്. നമുക്കറിയാലോ, അതിപ്പോ അത്യാവശ്യം നല്ല ഓൾഡ് ഏജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ഓൾഡ് ഏജ് പോട്ടെ, അത്യാവശ്യം ചില ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അല്ലാണ്ട് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഡെത്തിന് വരെ കോസ് ആവാനുള്ള സാധ്യതകളുണ്ട് അല്ലെ. സഡൻ ആയിട്ടുള്ള ഹാർട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. സോ അതാണ് സഡൻ ഡെത്ത് എന്ന് പറയുന്നത്.
എന്താ അടുത്ത സംഭവമാണ് എന്ത്, പിന്നെ പറയുന്നത് ലൈ ഡിറ്റക്ടേഴ്സ് ആണ്. ലൈ ഡിറ്റക്ടേഴ്സ് ഓഫ് പോളിഗ്രാഫ്. ഈ ലൈ ഡിറ്റക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷനായിട്ട് എത്രത്തോളം കണക്ഷൻ ഉണ്ടെന്നല്ല, പക്ഷേ ജസ്റ്റ് ഒരു എക്സ്ട്രാ നോട്ട് എന്നുള്ള പോലെ നിങ്ങൾക്ക് പഠിച്ചേക്കാം. ലൈ ഡിറ്റക്ടേഴ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു കള്ളം പറയുന്ന സമയത്ത് എന്നുവെച്ചാൽ ഇമോഷൻ ആയിട്ടല്ല, സിമ്പത്തറ്റിക് ആൻഡ് പാരസിമ്പത്തറ്റിക് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. നമ്മളൊരു കള്ളം പറയുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റില്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഒക്കെ ഒരുപാട് ഫിസിയോളജിക്കലായിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസിനൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ട് ഒരാൾ പറയുന്നത് കള്ളാണോ സത്യമാണോ എന്ന് ഡിറ്റക്ട് ചെയ്യുന്ന മെഷീനാണ് എന്ന് പറയുന്നത് ഈ ഒരു ലൈ ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണെന്നൊക്കെ ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോഴും നമുക്ക് എത്രത്തോളം എല്ലായിടത്തും അത് യൂസ് ചെയ്യുന്നില്ല, അതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആൻഡ് അടുത്ത് പിന്നെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും നമുക്ക് അറിയാലോ, എവിടെയാവും ഈ ഉള്ള ഡിറ്റക്ടേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുന്നല്ലോ. സോ ആ ഒരു കാര്യമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി അടുത്തതാണ് ഫൈറ്റ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇനിയാണ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. നമ്മൾ തന്നെ ഒരു ബിഹേവിയറൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ കമ്പോണന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ മെയിൻ ചെയ്യണത്, നമ്മൾ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഓവേർട്ട് ആയിട്ടുള്ള ആക്ഷൻസിന് നമ്മൾ എന്താ പറയുക ബിഹേവിയർ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്തോനോ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു ബിഹേവിയർ കമ്പോണന്റ് അവിടെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞത്. സോ ഒരു ഇമോഷൻ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിന് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്തുള്ളത് ഈ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒന്നുകിൽ നല്ലപോലെ കരയുന്നുണ്ടാവും, നമ്മൾ നല്ല പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. സോ അതുപോലെ കുറേ കാര്യങ്ങൾ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നോൺ വെർബൽ ക്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നോൺ വെർബൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ വെർബൽ അല്ലാതെ വെർബൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സംസാരിക്കാണ്ട് ഉള്ള എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല ബോഡി ലാംഗ്വേജ് ഉണ്ട് അല്ലേ. ബോഡി ലാംഗ്വേജ് എന്താണ്, നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മുടെ ജെസ്റ്റേഴ്സ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ എന്താണ് ഇമോഷനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് എങ്ങനെയാണ് അയാളെ ഡിറ്റക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടോ അല്ലെങ്കിൽ സന്തോഷം ഇല്ലേ, അതുപോലെ തന്നെ അയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ, അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അയാളുടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായോ, ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അയാളുടെ ബോഡി ലാംഗ്വേജസും കാര്യങ്ങളൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതുപോലെ കമലിയോൺ എഫക്ട് എന്ന് പറയും. കമലിയോൺ എഫക്ട് നമുക്ക് നമുക്കറിയാലോ എന്താണ് കമലിയോൺ, കളറൊക്കെ മറന്ന് ഒന്നും പറയില്ല നമ്മൾ. സോ ഇപ്പോൾ ഒരു മരത്തുമുകൾ പോകണമെങ്കിൽ അതിൻ്റെ അതേ കളർ വരാവും അല്ലേ. അതുപോലെ തന്നെ സെയിം സംഭവമാണ് അവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ ജെസ്റ്റേഴ്സും നമ്മുടെ മാനറിസംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അപ്പുറത്തുള്ള ആൾ അതുപോലെ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എഫക്റ്റിനെ നമ്മൾ എന്ത് പറയുന്നത് കമലിയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് എന്താ ഉണ്ടാവുക, അയാൾ എന്നോട് ഒരു അറ്റൻഷൻ തരുന്നുണ്ട്, അയാളെ ഞാൻ പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് കാണുന്നുണ്ട്. അപ്പൊ സോഷ്യൽ ആയിട്ടുള്ള റിലേഷൻസും അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള വെൽബീങ് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഒരു കമലിയോൺ എഫക്റ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു സംഭവമാണ്. ഓക്കെ, നല്ലൊരു സംഭവമാണ്. പിന്നെ ബോഡി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞത്, പിന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും. മോർ ദാൻ 20,000 ലൈക്ക് 20,000 പ്ലസ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത്. സോ അപ്പോൾ എത്രത്തോളം വൈഡ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ ആലോചിക്കാം അല്ലെ. സോ അത്രയും ഫേഷ്യൽ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരാളെ ഇമോഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സ്മൈൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ. സോ പിന്നെ പറയുന്നത് എന്താണ്, ഇപ്പൊ ഈ ഒരു ബോഡി ലാംഗ്വേജ് അതുപോലെ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് എല്ലാത്തിനും ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ. ഇപ്പോ നമ്മളിവിടെ തംസ് അപ്പ് കാണിച്ചും അതുപോലെ എങ്ങനെ കാണിക്കും പിക്ചർ കാണിക്കും ലൈക്ക് ഇത്തരത്തില് ഇതൊക്കെ പറഞ്ഞാൽ നമ്മളുടെ കൾച്ചറിലുള്ള മീനിങ് ആവണമെന്നില്ല. ചിലപ്പോൾ വേറൊരു കൾച്ചറിൽ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തില് എല്ലാത്തിനും ഡിഫറെന്റ് മീനിങ്സ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൾച്ചറൽ ഡിഫറൻസസ് വരാൻ സാധ്യതയുണ്ട്, അതുപോലെ ജെൻഡർ ഡിഫറൻസസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എല്ലാ കൾച്ചറിലും പോയിട്ട് എല്ലാ പോലെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ എങ്ങനെ കാണിക്കില്ല, അടിപൊളി ഇങ്ങനെ കാണിക്കാറുണ്ട്. സോ ഇതിന്റെ മീനിങ് നമ്മുടെ കൾച്ചറിലുള്ള പോലെ അല്ല വേറെ പല കൾച്ചറിലും ഉള്ളത്. സോ എല്ലാ ഒരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഡിഫറൻസസും കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു ചില കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള മോസ്റ്റ് ഓഫ് ദി കാര്യങ്ങളും കോമൺ ആയിട്ട് എല്ലാ ലോകത്തും കാണിക്കുന്ന കാര്യമാണ്. ശരിക്കും നമ്മൾ സ്മൈൽ ചെയ്യാൻ നല്ലത് എല്ലായിടത്തും ഒരുപോലെ കാണിക്കുന്ന സാധനമാണല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അതുപോലൊക്കെ തന്നെ
ആൻഡ് നോൺ വെർബൽ ക്യൂസിലുള്ള പറഞ്ഞതാണെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാര്യങ്ങൾ അല്ലാതെ നോൺ വെർബൽ ക്യൂസിലുമായിട്ട് സാധനം തന്നെയാണ്, വെർബലായിട്ട് ഇല്ലാത്ത സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പിന്നെ ബോഡി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമ്മൾ പറഞ്ഞ്, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തിൽ പറയാനല്ലേ ഈ ഒരു നമ്മുടെ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ. അതിന് ഏറ്റവും അത് കഴിഞ്ഞുള്ള പോർഷനാണ് എന്ത്, അസസ്മെന്റ് ഓഫ് ഇമോഷൻ, ഇമോഷൻ്റെ അസസ്മെന്റ്. സത്യം പറഞ്ഞാൽ ഇമോഷൻ അസസ് ചെയ്യേണ്ട ആവശ്യമാണ്. എന്തിനാ പറയുന്നത് ഇമോഷനൊക്കെ അസസ് ചെയ്യേണ്ട ആവശ്യം, നമ്മളങ്ങനെ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ ഇമോഷൻ്റെ അസസ്മെന്റ് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, നമുക്കൊക്കെ ഈ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ഇമോഷൻസ് നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഈ ഇമോഷനൊക്കെ നോർമലാണ്. ഇപ്പോൾ ഒരാൾ ഫിയർ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ഹ്യൂമൻലിയാണ്, അത് നോർമലാണ്, അത് എല്ലാവരും അനുഭവിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും വരുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ നിൽക്കണം അല്ലേ. ഒരു ഫിയർ ആണെങ്കിലും ആങ്കർ ആണെങ്കിലും സങ്കടം എന്താണെങ്കിലും, സങ്കടം സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും ഒരു എക്സ്റ്റെൻഡ് വരെ പാടുള്ളത്, അത് കഴിഞ്ഞാൽ നിൽക്കണം. നോർമലി അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു നോർമാലിറ്റിയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് നീണ്ടു നിൽക്കുകയാണ്. ഒരു ആൻസൈറ്റി പോലൊക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്, ഡിപ്രഷൻ പോലൊക്കെ ആൾക്ക് ഉണ്ടാവുകയാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആൾ ഉണ്ടാവുമ്പോൾ എന്താണ്, അതൊരു പ്രോബ്ലം തന്നെയാണ്. സോ ആ ഒരു കാര്യത്തിൽ നമ്മൾ അസസ് ചെയ്യണം. അതിനെ അസസ് ചെയ്തിട്ട് അതിന് റിസൾട്ട് യൂസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പോൾ ഒരാളുടെ വെൽബീങ്, ആളുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിനും കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആവുള്ളൂ. സോ ഈ ഒരു WHO ഒക്കെ എന്താ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഒരു ഹാർട്ട് റേറ്റ് പോലെ പൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യില്ലേ. സോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നതും അതൊക്കെ അസസ് ചെയ്യുന്നതും ഒക്കെ. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, പെയിന്, അതുപോലത്തെ ആങ്കർ, ഫിയർ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക. അപ്പോൾ ഡിപ്രഷൻ, ആങ്സൈറ്റി, അതുപോലത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്തിട്ട് ആളുടെ എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ അസസ്മെന്റ് ഓഫ് ഇമോഷൻസ് എന്ന് പറയാനല്ല. ഇനി നമുക്ക് അടുത്ത പോർഷനായിട്ട് നോക്കാനുണ്ടാവുക തിയറീസ് ഓഫ് ഇമോഷൻസ് ആണ്. തിയറീസ് പറഞ്ഞാൽ നല്ല സിമ്പിളാണ്, പക്കയാണത്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും.